അതെ. ഇതൊരു മഞ്ഞുകാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് 2025 പക്ഷേ ഇത് നടന്നത് ബാക്ക് ഇൻ 2022 ഓർ 2023 ഡിസംബറാണ്. ആ സമയത്ത് ഞങ്ങൾ അയർലൻഡിലായിരുന്നു. അപ്പോൾ അന്നേ ദിവസം സ്നോ ഉണ്ടാകുമോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ ക്ലൈമറ്റ് നോക്കി വെയിറ്റ് ചെയ്തിരുന്ന് മഞ്ഞ് പെയ്യുന്നത് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. ഇത് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള കഥ നിങ്ങൾക്ക് കണ്ടറിയാം. അന്ന് രാത്രി ഞങ്ങൾ മഞ്ഞിലിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞ് വീഴുന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് മഞ്ഞ് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ താമസിച്ചിരുന്നത് ഡബ്ലിനിലാണ്. അവിടെ റോക്ക് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അതിന് മുകളിലൊരു വലിയൊരു ഹില്ലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ റോഡ് മൊത്തം മഞ്ഞായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. എന്നിട്ട് മഞ്ഞിൽ കളിക്കാനൊരു കറക്റ്റ് സ്പോട്ട് തപ്പി നടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം 4 വർഷത്തോളം അയർലൻഡിലുണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരുന്നത് അയർലൻഡിലാണ്. ഇച്ചിരി തണുപ്പാണ്, പക്ഷേ അവിടുത്തെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളത് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഗ്രൗണ്ടിലെത്തി. അവിടെ ഫുള്ള് മഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ് വാരി ഇങ്ങനെ എറിഞ്ഞ് അപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പോഴും എനിക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നോർമൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. ഒരു പ്രിക്കോഷനും ഇല്ല. ശരിക്കും മഞ്ഞ് ആസ്വദിക്കണം എന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് കേട്ടോ. പിന്നെ സഹിക്കാൻ പാടില്ലാണ്ടായപ്പോഴത്തേക്കും കയ്യിൽ ഞാൻ ഗ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടി എന്തുവാണ് ആ ഒരു ടൈം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീം ലെവലാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അന്ന് ഞങ്ങളുടെ കൂടെ ലിമയും ഫാമിലി ഉണ്ടായിരുന്നു, അഞ്ചു ഉണ്ടായിരുന്നു, റിനു ഉണ്ടായിരുന്നു. ഇപ്പം അവരൊന്നും കൂടെ ഇല്ലാതിരുന്നിട്ട് ഇത് കാണുമ്പോൾ എനിക്കെന്തോ ചെറിയൊരു മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സീനെന്ന് പറയുന്നത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഉള്ളതാണ് കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വണ്ടി എടുക്കാൻ വയ്യ. വണ്ടി ഫുള്ള് മഞ്ഞായിരുന്നു, റോഡ് ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ മഞ്ഞെല്ലാം മാറ്റിയാൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ മഞ്ഞൊരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ജോലി സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഡ്രൈവിങ്ങും അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നേരത്തെ വന്ന് നമ്മൾ ഈ കാറിലെ മഞ്ഞെല്ലാം മാറ്റി പിന്നെ ചിലപ്പം ചെറിയൊരു വാം വാട്ടറൊക്കെ ഒഴിച്ച് ഗ്ലാസ്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ പോലും ചിലപ്പം റോഡിലൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര തെന്നലൊക്കെ ആയിരിക്കും. പിന്നെ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ചളിയില്ലേ, അതുമാതിരി ഈ മഞ്ഞ് ആവും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവ് ചെയ്യാനൊക്കെ. അപ്പോൾ പക്ഷെ നമുക്ക് ഈ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ മഞ്ഞ് വരാറുള്ളൂ കേട്ടോ. ക്രിസ്മസിലൊക്കെ മാത്രം, മിക്കവാറും ഒക്കെ വൈറ്റ് ക്രിസ്മസ് എന്നൊക്കെ പറയാറ്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രമൊക്കെ ഇങ്ങനെ ഈ ഒരു ടൈം നമുക്ക് കിട്ടാറുള്ളൂ. അല്ലാണ്ട് അയർലൻഡ് എപ്പോഴും ഇങ്ങനെ മഞ്ഞ് മൂടിയ സ്ഥലമൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.